ഇപ്പൊ അമ്മ സംഘടനയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സുരേഷ് ഗോപി മീറ്റിംഗ് കുടുംബസംഗമം പോയില്ല. എവിടെയും തന്നെ കാണാൻ പറ്റിയല്ലോ. ചാക്കോസിനെ കണ്ടു, കണ്ടു, ബിബിയേട്ടനെ കണ്ട് സംസാരിച്ചു. അപ്പൊ അവിടെ സുരേഷ് ഗോപി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അമ്മ സംഘടനയെ A.M.A എന്ന് പറഞ്ഞ് പറയരുത്, അമ്മ എന്ന് തന്നെ പറയാൻ പാടുള്ളൂ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിനെ പറ്റി അലിൻ ജോസ് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂട്ടായ്മയാണ് സംഘടന. അപ്പൊ അതില് പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചല്ലോ. ആ ഒരു ഫീലാണ് അമ്മ സംഘടനയിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന ഫീൽ. അതിനെ ആൾക്കാർ A.M വിളിക്കുന്നത്. തിരുവത്താണ് ഇപ്പൊ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ഇങ്ങനെ A.M അല്ല അങ്ങനെ പറഞ്ഞത് പാർവതി തിരുവത്താണ്. അതോടെ എന്താണ് പറയാനുള്ളത്? ക്ലിയർ ആയില്ല. പാർവതി തിരുവത്താണ് A.M അങ്ങനെ പറഞ്ഞത് ഒരു ന്യൂസ് ചാനലില്. അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനൊത്ത് തോന്നുന്നല്ലോ നിയമം. നിയമം എന്ന് പറഞ്ഞാൽ സിനിമ സംഘടന എന്ന് പറയുന്നത് ഒരു സർക്കാർ വ്യവസ്ഥയല്ലല്ലോ, സിനിമക്കാരുടെ ഒരു സംഘടന. എന്ന് പറയുന്നതാണോ അമ്മ എന്ന് പറയുന്നതാണ് ഇഷ്ടം? എനിക്ക് അമ്മ എന്ന് പറയുന്നത് ഇഷ്ടം. കാരണം അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പറയുന്നത്? ഒരുപാട് ഇപ്പൊ നമ്മുടെ വിമർശനങ്ങൾ, ഒരുപാട് പീഡനങ്ങളും ഒരുപാട് സംഭവങ്ങൾ ആ ഒരു അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ളവരൊക്കെ അമ്മ എന്ന് പറയരുത്, അതൊരു പവിത്രമായ ഒരു നിയമമാണെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പൊ ആ ഒരു സംഘടനയിൽ ഇത്രയും ചീപ്പായിട്ടുള്ള പരിപാടികൾ നടന്നിട്ടും പിന്നെ അതിനെപ്പറ്റി വേറെ കാര്യം പറയാം. സ്വന്തം വീട്ടിൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലല്ല, ഇപ്പൊ കേരളത്തില് ഭൂരിഭാഗം വീട്ടുകളില് അച്ഛൻ അമ്മമാരുടെ വഴക്കുകൾ മക്കള് കാണുന്നുണ്ട്. സ്വന്തം അമ്മേനെ അച്ഛൻ അടിക്കുന്നത് ചില സമയത്ത്, ചില വീടുകളിൽ മാത്രം, എല്ലായിടത്തും അല്ല. ചില ഒന്നോ രണ്ടോ സിറ്റികളിലും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലും ഭൂരിഭാഗം ഉണ്ടാകാം, അറിയില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചു പോകാം. അപ്പോൾ ഒരു അച്ഛൻ ഒരു അമ്മയെ തല്ലുന്ന മക്കൾ കാണാൻ നിൽക്കുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്ന ഒരു സങ്കടമായിട്ട് തോന്നൂല്ലേ സ്വന്തം മക്കൾക്ക്? അപ്പം അതേപോലെ തന്നെ ഈ അമ്മ എന്ന് പറഞ്ഞ പേര് മാറ്റേണ്ട കാര്യമില്ല. കാരണം അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികമല്ലേ. ഇപ്പോൾ ഒന്നും അങ്ങനെ വിളിച്ചാൽ പോരല്ലോ. സ്ഥിരം വിളിക്കുന്നത് അമ്മ എന്ന് പറയുന്നത് ആൾക്കാർക്ക് അറിയാമല്ലോ. ആർട്ടിസ്റ്റ് മലയാളം അസോസിയേഷൻ ഓഫ് സിനിമ എന്നാണ് ആ ഷോർട്ട് ഫോമിന്റെ അർത്ഥം. പിന്നെ അതിനെ A.M എന്നൊക്കെ വിളിക്കുന്നത് തീർത്തും മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇനിയും പഴയൊരു പ്രതാപം അമ്മ എന്നുള്ള സംഘടനയ്ക്ക് ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പോൾ എൻ്റെ ഒരു വിവരം കേട്ടപ്പോൾ ഈ വർഷം 6 എന്നെ വെച്ച് നല്ല രീതിയിൽ ക്യാരക്ടർ റോള് ചെയ്യുന്ന സിനിമകൾ വരെ വരുമെന്ന് പറയുന്നുണ്ട്. അല്ല, അമ്മയുടെ സംഘടനയിൽ അതിനെ പറ്റി ചർച്ച ചെയ്യുന്ന അറിയില്ല, പക്ഷെ ഭൂരിഭാഗം സിനിമാക്കാർ അതിനെ പറ്റി ചർച്ച ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ഇന്ന് സന്തോഷ് വർക്കിനെ വിളിച്ചിരുന്നു. അലിൻ ജോസ് അമ്മ സംഘടനയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു 4-5 സിനിമകളിൽ ഇപ്പോൾ ക്യാരക്ടർ വേർഷൻ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ജനുവരി 15-ാം തീയതി തുടങ്ങി വർക്ക് ഷൂട്ടിങ് തുടങ്ങും. അപ്പോൾ എന്തായാലും നല്ല ഒരു നിയമം സിനിമ സംഘടന നിയമം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് 30 മിനിറ്റ് ദൈർഘ്യമുള്ള കഥാപാത്രമാണ്. ഒരു 4-5 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ബിൽ വരും. അപ്പോൾ നമുക്ക് 3.5 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്ത് കയറണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അതിലൊരു പൈസ കൊടുക്കണമല്ലോ, പേയ്മെന്റ് ചെയ്താലേ കയറാൻ പറ്റുള്ളൂ. കയറിയാലും വലിയ ഒരു നേട്ടമുണ്ടെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് ഒരു എന്താ പറയുക, പ്രായമാകുമ്പോൾ 5000 രൂപ കിട്ടാൻ വേണ്ടിയല്ല കയറുന്നത്. നമുക്കൊരു എന്താ പറയുക, എല്ലാ നടന്മാരെയും കാണുക, വർത്തമാനം പറയുക എന്നുള്ള വേദിയാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പം അതിലേക്കൊരു അംഗമായി മാറണമെന്നുള്ളത് എൻ്റെ മാത്രമല്ല, സന്തോഷ് വർക്കിയുടെയും കൂടിയൊക്കെ ഒരു ആഗ്രഹമാണ്. അതൊക്കെ ഭാവിയിൽ അത് നടക്കാണ്ടിരിക്കുക, അത് ആൾക്കാരുടെ താല്പര്യം. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാമല്ലോ. എന്താ പറയുക, മലയാളം ആഗ്രഹിച്ചാലേ എല്ലോളം കിട്ടുമെന്ന് പറയുമല്ലോ. പിന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എയറോപ്ലെയിൻ മേടിക്കാൻ ആഗ്രഹിച്ചാലേ ഒരു BMW ബെൻസെങ്കിലും മേടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ.